ചെയ്തിട്ട് ബുക്കിനെ ആഡ് ചെയ്യുന്ന രീതിയിൽ ബുക്കിനെ അപ്പൻഡ് ചെയ്യാം. അതുപോലൊരു ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഇപ്പൊ ലിസ്റ്റിലായിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് ബുക്ക് ആഡ് ചെയ്യുക, അതുപോലെ ഡിലീറ്റ് ചെയ്യുക, പോപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ സെയിം ആയിട്ടുള്ള ബുക്കിന്റെ എണ്ണം കണ്ടുപിടിക്കുക. ഓരോ ബുക്കിന്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, കൗണ്ട് മെത്തേഡ് യൂസ് ചെയ്ത്. അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഗ്രൂപ്പിലിട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എല്ലാരും കണ്ടായിരുന്നോ? എല്ലാരും കണ്ടായിരുന്നോ? എന്ത് തോന്നി കണ്ടിട്ട്? ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതിൽ. അത് നിങ്ങൾ നോക്കണ്ട, കറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഔട്ട്പുട്ട് ഒരു PDF ലാക്കി, ഔട്ട്പുട്ടും പ്രോഗ്രാമും കൂടി ഒരു PDF ലാക്കി നിങ്ങളുടെ പേര് വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, മൺഡേക്ക് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യണം. മൺഡേ ഓൺവേർഡ്സ് നമുക്ക് HTML ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. മൊത്തം ചെയ്യണം. നിങ്ങൾ എവിടം വരെയാണോ ചെയ്തത് അവിടം വരെ എന്തായാലും സബ്മിറ്റ് ചെയ്യണം. പിന്നെ അത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു 5 പ്രോഗ്രാമെങ്കിലും ചെയ്യാൻ പറ്റും. കാര്യം വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച ബേസിക് മാത്രമേ ഞാൻ അത് ഇട്ടിട്ടുള്ളൂ. കാര്യം മെഷീൻ ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വലിയ ക്വസ്റ്റ്യൻ ടാസ്ക് തരാന്ന് വിചാരിച്ചു. ബാക്കിയെല്ലാം ബേസിക് ആണ്, നമ്മളിവിടെ ക്ലാസ്സിൽ ചെയ്ത പ്രോഗ്രാംസ് ഒക്കെ തന്നെയാണ്. പിന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് വരും. അത് നിങ്ങൾ ആദ്യമായിട്ട് ആയതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്കത് ഓക്കെ ആയിക്കോളും. നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ,
എൻ്റെ നെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതാണ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റാത്തത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു ക്ലാസ്സും കൂടെ ഉള്ളൂ നമ്മുടെ പൈത്തണിൻ്റെത്. സോ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഓക്കെ ആണോ? എവിടം വരെ ചെയ്തു? കംപ്ലീറ്റ് ചെയ്തോ? എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? ഷഹന എവിടം വരെ ചെയ്തു? ആ, ഓക്കെ. ആദർശ് ആ ആ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് ഈക്വൽ ടു ലിസ്റ്റിലുള്ള ഏതെങ്കിലും സ്ട്രിങ് ആണെങ്കിൽ ബുക്ക് ഫൗണ്ട് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്ത് എടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ ചെയ്യണേ. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ലാസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫയൽ ഹാൻഡിലിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു യൂസർ എങ്ങനെ ഫയൽ ഹാൻഡിൽ ചെയ്യാന്നാണ്. യൂസറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ ഫയലിലെ കണ്ടന്റ്സ് റീഡ് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും, അപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫയൽ മോഡ് യൂസ് ചെയ്തിട്ടാണ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും അപ്പെൻഡ് ചെയ്യുന്നതും. അപ്പോൾ കുറച്ച് ഫയൽ മോഡ്സ് ഉണ്ട്, നിങ്ങൾ നോക്കുക. ഫയൽ മോഡ് എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫയൽ മോഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഫയൽ മോഡ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഡബ്ല്യു റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. സോറി, ആറാണ് കേട്ടോ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഡബ്ല്യു റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അപ്പെൻഡ് ചെയ്യാനായിട്ട് എ യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫയൽ മോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ക്രിയേറ്റ് എക്സ്, റീഡ് ആർ, റൈറ്റ് ഡബ്ല്യു, അപ്പെൻഡ് എ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫയൽ മോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്? അതിന്റെ സിന്റാക്സ് നോക്കാം. ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമല്ല, ക്രിയേറ്റ് ആണെങ്കിലും ഡിലീറ്റ് ആണെങ്കിലും അപ്പെൻഡ് ആണെങ്കിലും എങ്ങനെയാണ് അതിന്റെ സിന്റാക്സ് എന്ന് നോക്കാം. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ നെയിം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓപ്പൺ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുക. ഓപ്പൺ എന്ന് പറഞ്ഞ കീവേഡ് ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. ഇതിന്റെ സിന്റാക്സ് ആണിത്. ഈ സിന്റാക്സ് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. വേരിയബിൾ നെയിം ഈക്വൽ ടു ഓപ്പൺ ബ്രാക്കറ്റിനുള്ളിൽ ഫയൽ നെയിം കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഫയലാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റീഡ് ചെയ്യേണ്ടത് ഏത് ഫയലാണെന്നോ അത് കോഡ്സിൽ കൊടുക്കുക. ദെൻ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫയൽ മോഡ് കൊടുക്കുക. ഇവിടെ എന്തിനാ ഫയൽ മോഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഫയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് എന്നാണ് നിങ്ങൾ ഇവിടെ ഫയൽ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിയേറ്റ് ആണെങ്കിൽ എക്സ് കൊടുക്കുക, റീഡ് ആണെങ്കിൽ ആർ, റൈറ്റ് ഡബ്ല്യു, എ, അപ്പെൻഡ്. എന്ത് ഫയൽ മോഡാണോ അത് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കുക. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ എക്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫയൽ മോഡ്. അപ്പൊ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ തൊട്ട് മേളിൽ കൊടുത്തിരിക്കുന്ന ഈ സിന്റാക്സ് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുക. എങ്ങനെയാണ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു വേരിയബിൾ നെയിം കൊടുക്കുക. ആ വേരിയബിൾ നെയിം ഈക്വൽ ടു ഓപ്പൺ എന്നുള്ള കീവേഡ് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ ഏത് ഫയലാണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഫയൽ നെയിം കൊടുക്കുക. ഞാനിപ്പോ ഇവിടെ AAA.py എന്ന് പറഞ്ഞൊരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ AAA.py എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, കോമ എക്സ് കൊടുക്കുന്നു. എക്സ് ഫോർ ക്രിയേറ്റ്. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ് കൊടുക്കേണ്ടത്. ഫയൽ മോഡും കൊടുത്തു. എന്നിട്ട് പ്രിന്റ് ചെയ്യുവാണ്. പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റൺ ചെയ്ത് നോക്കും. പ്രിന്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. പ്രിന്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ താഴെ ഇതുപോലെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്തത്. പ്രിന്റ് ചെയ്യാതെ നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോൾ ഈ AA.py എന്ന് പറഞ്ഞ ഫയൽ ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ആയതായിട്ട് കാണാൻ പറ്റും. കണ്ടോ? ഇങ്ങനെയാണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഫയൽ മോഡ്സ്, സിന്റാക്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഫയൽ നിങ്ങൾ എത്ര ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നോ അത്രയും ഫയൽസ് ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ആവും. നിങ്ങൾ അല്ലാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം.
ഇങ്ങനെയാണ് യൂസർ ഡയറക്ട്ലി ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ ഹസ്ന? ഓക്കെ, ചെയ്ത് നോക്കുക. ഫയൽ മോഡ്, സിന്റാക്സ് ആൻഡ് ഇങ്ങനെയാണ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. റൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഫയൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ ആണോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫയലിലെ കണ്ടന്റ് എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ റീഡ് ചെയ്യുന്നതും സെയിം മെത്തേഡ് തന്നെയാണ്. കാര്യം ഞാൻ സിന്റാക്സിൽ കാണിച്ച പോലെ തന്നെ വേരിയബിൾ ഈക്വൽ ടു ഓപ്പൺ ഫയൽ നെയിം ആൻഡ് ഫയൽ മോഡ്, ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് റീഡ് ചെയ്യാൻ കൊടുക്കേണ്ടത്. ഇത് കണ്ടോ, ഈക്വൽ ടു ഓപ്പൺ എ ഡോട്ട് പി വൈ ആറ് കൊടുത്തു. പിന്നെ റീഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ റീഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് കൊടുത്തു. ഓപ്പൺ എന്നുള്ള കീവേഡ് അല്ലെങ്കിൽ മെത്തേഡ് പോലെ തന്നെയുള്ള ഒരു മെത്തേഡാണ് റീഡ്. ഓക്കെ, ഫയലിലെ കണ്ടന്റ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എ ഡോട്ട് പി വൈയിലേക്ക് പോവുക. ഇവിടെ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല റീഡ് ചെയ്യാനായിട്ട്. സോ ഞാൻ പ്രിന്റ് എന്തെങ്കിലും റീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. വെൽക്കം ടു ഓൾ എന്ന് പറഞ്ഞ് ഞാനൊരു കണ്ടന്റ് കൊടുത്തു. ഓക്കെ, ഇതാണ് ഞാൻ ട്രിപ്പിൾ എ ഡോട്ട് പി വൈയിൽ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ റൺ ചെയ്ത് നോക്കാൻ പോവാണേ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, തൊട്ട് മേളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഹൈഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ, എന്നിട്ട് മാത്രമേ അടുത്തൊരു ഫയൽ വീണ്ടും ഓപ്പൺ ചെയ്യാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരും. ഓക്കെ, അപ്പൊ ഞാൻ തൊട്ട് മേളിൽ ക്രിയേറ്റ് ചെയ്ത ഫയലിനെ ഒന്ന് ഹൈഡ് ചെയ്തു. എന്നിട്ട് എ ഡോട്ട് പി വൈയിലെ കണ്ടന്റ് റീഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു പ്രാവശ്യം മാത്രം ഓപ്പൺ കൊടുത്താൽ മതി. ഞാൻ എ ഡോട്ട് പി വൈ എന്ന് പറഞ്ഞ ഫയലിൽ കൊടുത്തിരിക്കുന്നത് വെൽക്കം ടു ഓൾ എന്ന് പറഞ്ഞ മെസ്സേജ് ആണ്. കണ്ടോ, അപ്പം എ ഡോട്ട് പി വൈയിൽ വെൽക്കം ടു ഓൾ ചെയ്തു, ഫയലിലെ കണ്ടന്റ്സിനെ റീഡ് ചെയ്തെടുത്തു. ഓക്കെ, എന്ത് കണ്ടന്റ് ആയിക്കോട്ടെ, എത്ര കണ്ടന്റ് ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് ഇവിടെ ഇതുപോലെ റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം വെൽക്കം ടു ഓൾ എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മള് എത്ര പ്രാവശ്യം അത് വിളിക്കുന്നോ, എത്ര പ്രാവശ്യം റൺ ചെയ്യുന്നോ, അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്ത് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ 3 പ്രാവശ്യം അവിടെ പ്രിന്റ് ചെയ്തു. സോ ഇവിടെ റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത്രയും പ്രാവശ്യം ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഫയലിലെ കണ്ടന്റിനെ റീഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, എന്തൊക്കെ ഉണ്ടോ അവിടെ അതെല്ലാം നമുക്ക് ഇവിടെ റീഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡിനെയാണ് ഫയൽ റീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫയലിനെ റൈറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഫയൽ റൈറ്റ് ചെയ്യുന്നത് നോക്കാം. റൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഡബ്ല്യു ആണ്. ഡബ്ല്യു യൂസ് ചെയ്ത് റൈറ്റ് ചെയ്യാം. റൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്ക് ഓൾറെഡി ഉള്ള കണ്ടന്റ് എല്ലാം പോയിട്ട് നമ്മൾ എന്താണോ റൈറ്റ് ചെയ്യുന്നത് അത് മാത്രമായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതായത് ഞാനിപ്പോ കൊടുത്ത വെൽക്കം ടു ഓൾ എന്ന് പറയുന്ന മെസ്സേജ് എല്ലാം എന്ത് ചെയ്യും, ഈ AA.py പോകും, ഡിലീറ്റ് ആയി പോകും. എന്നിട്ട് നമ്മൾ പുതിയതായിട്ട് കൊടുത്തത് മാത്രമായിരിക്കും അവിടെ റൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ AA.py കൊടുക്കുന്നതിന് മുന്നേ ഫയൽ ഓപ്പൺ ചെയ്തു, എന്നിട്ട് കണ്ടന്റിനെ റൈറ്റ് ചെയ്യാൻ പോവാം. സോ ഡബ്ല്യു കൊടുത്തു, എന്നിട്ട് എന്താണോ റൈറ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഓക്കെ, അപ്പോ റീഡ് ഓപ്പൺ പോലുള്ള മെത്തേഡ് പോലെ തന്നെ ഉള്ള ഒരു മെത്തേഡാണ് റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. സോ റൈറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് റൈറ്റ് ചെയ്യാം. ഞാൻ റൈറ്റ് ചെയ്തു, C.write റൈറ്റ് കൊടുക്കുന്നു. എന്താണോ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യേണ്ടത് അത് ബ്രാക്കറ്റിൽ കൊടുക്കാം. ദിസ് ഇസ് റൈറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ജസ്റ്റ് ആ ഒരു മെസ്സേജ് മാത്രം ഞാൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ആ മെസ്സേജ് കൊടുത്തതിന് ശേഷം ഫയൽ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഫയൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കത് റീഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അവിടെ വെച്ച് നമ്മൾ ഫയൽ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാ, വേരിയബിൾ നെയിം ഡോട്ട് ജസ്റ്റ് ക്ലോസ് എന്ന് കൊടുക്കുക. ക്ലോസ് എന്ന് പറയുന്ന മെത്തേഡും ഫയൽ ഹാൻഡിലിങ്ങിനുള്ളതാണ്. ക്ലോസ് മെത്തേഡ്, റീഡ് മെത്തേഡ്, റൈറ്റ് മെത്തേഡ്, ഓപ്പൺ മെത്തേഡ്, ഇതെല്ലാം നമ്മൾ ഫയൽ ഹാൻഡിലിംഗ് മെത്തേഡിലുള്ളതാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. കാര്യം ഈ ഫയൽ ഇത്രയും കണ്ടന്റ് റൈറ്റ് ചെയ്യാം. എന്നിട്ട് ഞാനത് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ റൈറ്റ് ചെയ്ത കണ്ടന്റിനെ റീഡ് ചെയ്തെടുക്കണ്ടേ. റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ് എന്ന് പറയുന്ന മെത്തേഡ് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അത് റീഡ് ചെയ്യാനായിട്ട് പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഫയൽ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഫയൽ റീഡ് ചെയ്യും. C.close കഴിഞ്ഞ് S=open റീഡ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് C.read റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഓൾറെഡി AA.py കണ്ടന്റ് എല്ലാം പോയിട്ട് പകരം ഇപ്പൊ ഞാൻ എന്താണോ റൈറ്റ് ചെയ്തത് ആ കണ്ടന്റ് അങ്ങോട്ടേക്ക് വരും. കണ്ടോ, ദിസ് ഈസ് റൈറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞത് കണ്ടോ. കാര്യം എന്താ, ഓൾറെഡി ഉള്ളതെല്ലാം പോയിട്ട് ഇത് മാത്രമായിരിക്കും നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി AA.py ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ അതുവരെ കൊടുത്ത എല്ലാം അവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ട് ഇപ്പൊ കൊടുത്ത ദിസ് ഈസ് റൈറ്റ് കണ്ടന്റ് മാത്രം അവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് കണ്ടന്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു യൂസറിന് ആ ഫയൽ എടുക്കാതെ തന്നെ ഈ ഫയലിൽ നിന്നുകൊണ്ട് അവിടെയുള്ള കണ്ടന്റിനെയൊക്കെ കളഞ്ഞിട്ട് പുതിയ കാര്യങ്ങൾ റൈറ്റ് ചെയ്യണം. സോ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ ആയോ, ക്ലിയർ ആയോ? ഓക്കെ ആയോ, ചെയ്ത് നോക്കുക.
നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കുക. എന്നിട്ട് അതെല്ലാം താഴെ റൈറ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ ആണോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. ഇനി നമുക്ക് അപ്പെൻഡ് ചെയ്യാം. അപ്പെൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓൾറെഡി ഉള്ള ഫയൽ കണ്ടന്റിന്റെ കൂടെ അപ്പെൻഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പെൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ റൈറ്റ് എന്താണ്, ഓൾറെഡി ഉള്ള കണ്ടന്റ്സ് ഒക്കെ ഹൈഡ് ആയി പോയിട്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോയിട്ട് പുതിയത് വരാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ഓപ്പന് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഷഹന പറഞ്ഞേ. റൈറ്റ് ഓപ്പന് തമ്മിലുള്ള വ്യത്യാസം പറയൂ. ഒന്നോട് പറയൂ. റൈറ്റും അപ്പൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാനിപ്പോ പറഞ്ഞതാ. റൈറ്റ് ആൻഡ് അപ്പൻഡ്. റൈറ്റ് റൈറ്റും അപ്പൻഡും. ഹസ്ന ഹസ്ന പറഞ്ഞേ. യെസ്. അപ്പൻഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ളതിന്റെ കൂടെ പുതിയതായിട്ട് കൂടി ആഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ a.py ഞാൻ ഓൾറെഡി ഹലോ വേൾഡ് എന്ന് പറഞ്ഞ മെസ്സേജ് കൊടുത്തു. ഓക്കെ. റൈറ്റ് ആയിരുന്നെങ്കിൽ എന്തായാലും ഈ ഹലോ വേൾഡ് പോയിട്ട് പുതിയതായിട്ട് നമ്മൾ എന്താണോ റൈറ്റ് ചെയ്യുന്നത് അത് വന്നേനെ. പക്ഷെ അപ്പൻഡ് കൊടുക്കുവാണെങ്കിൽ ഓൾറെഡി ഉള്ളത് പോകില്ല, അവിടെ തന്നെ കാണും. എന്നിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്ന കണ്ടന്റും കൂടി വരും. കണ്ടോ? ഞാനിപ്പോ അപ്പൻഡ് അവിടെ ഓൾറെഡി ആ കണ്ടന്റിന്റെ കൂടെ രണ്ട് കാര്യങ്ങളും കൂടി റൈറ്റ് ചെയ്തു. അപ്പൻഡ് എന്ന് പറയുന്നത് തന്നെ എന്താ, റൈറ്റ് തന്നെയല്ലേ. സോ റൈറ്റ് കൊടുത്തു, എന്നിട്ട് ഫയൽ ക്ലോസ് ചെയ്യുന്നു. സി ഡോട്ട് ക്ലോസ് വിളിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്യുവാണ്. റീഡ് ചെയ്യാൻ വേണ്ടി റീഡ് കമാൻഡ് കൊടുക്കുന്നു. അപ്പൻഡ് ചെയ്തു, വീണ്ടും അതിനെ റീഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് ഓൾറെഡി ഉള്ള ഫയൽ കണ്ടന്റിന്റെ കൂടെ പുതിയതായിട്ട് രണ്ട് കണ്ടന്റ് കൂടി വരും, അത്ര മാത്രം. റൈറ്റ് ആണെങ്കിൽ പോകും, ഫുള്ള് പോകും. പക്ഷെ അപ്പൻഡ് ആണെങ്കിൽ ഓൾറെഡി ഉള്ളതിന്റെ കൂടെ പ്രിന്റ് ചെയ്ത് വരും. ഡിഫറൻറ്റ് മനസ്സിലായോ? കണ്ടോ? പ്രിന്റ് ഹലോ വേൾഡ് എന്നായിരുന്നു നമ്മുടെ a.py എന്ന് പറഞ്ഞ കമാൻഡിലുള്ളത്, ഫയലിലുള്ളത്. സോ ഞാൻ ഇപ്പൊ ആഡ് ചെയ്തത് അങ്ങോട്ടേക്ക് വന്നു. കണ്ടോ? പ്രിന്റ് ഹലോ വേൾഡ് എന്നായിരുന്നു നമ്മുടെ a.py എന്ന് പറഞ്ഞ കമാൻഡിലുള്ളത്, ഫയലിലുള്ളത്. സോ ഞാൻ ഇപ്പൊ ആഡ് ചെയ്തത് അങ്ങോട്ടേക്ക് വന്നു.
ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഓക്കെ. കണ്ടന്റിന്റെ ലാസ്റ്റ് ജസ്റ്റ് ഇതുപോലെ സ്ലാഷ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂ ലൈനിലായിട്ട് പ്രിന്റ് ചെയ്ത് വരും. ന്യൂ ലൈനിൽ പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലാഷ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ടാബ് സ്പേസ് ആണ് വേണ്ടതെങ്കിൽ സ്ലാഷ് ടി കൊടുത്താൽ മതി. സ്ലാഷ് എൻ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ താഴെ താഴെ പ്രിന്റ് ചെയ്ത് വരും. എത്ര പ്രാവശ്യം നമ്മൾ റൺ ചെയ്യുന്നു അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൻഡും കൂടി ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ ചെയ്യാം. അത് മോഡ് യൂസ് ചെയ്തിട്ടൊന്നും അല്ല, അല്ലാതെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാല് OS എന്ന് പറഞ്ഞ് ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് OS എന്നിട്ട് ജസ്റ്റ് എന്താണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ കൊടുത്താൽ മതി ഡയറക്റ്റ്. ഇപ്പൊ ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഫയൽ തന്നെ ഡിലീറ്റ് ചെയ്യുവാന്ന് വിചാരിക്കാം. സോ അതിനുവേണ്ടി ഞാൻ കൊടുക്കുന്നു OS ഡോട്ട് റിമൂവ്, ബ്രാക്കറ്റിൽ കൊടുക്കുക. എന്താണോ റിമൂവ് ചെയ്യേണ്ടത് അത് ബ്രാക്കറ്റിൽ കൊടുക്കുക. എനിക്ക് റിമൂവ് ചെയ്യേണ്ടത് AA.py ആണെങ്കിൽ ഞാൻ AA.py കൊടുത്തു റൺ ചെയ്യും. അപ്പൊ ആ ഒരു ഫയൽ അവിടുന്ന് ഡിലീറ്റ് ആയി പോയതായിട്ട് കാണാൻ പറ്റും. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, റീഡ് ചെയ്യാൻ, റൈറ്റ് ചെയ്യാൻ, അപ്പൻഡ് ചെയ്യാൻ പഠിച്ചു, അതുപോലെ ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, ഓൾറെഡി ഉള്ള ഫയൽ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക. അപ്പൊ ആ ഒരു ഫയൽ അവിടുന്ന് പോയതായിട്ട് നിങ്ങൾക്ക് കാണാം. റെക്റ്റ് ചെയ്ത് നോക്കുക.
ഈ ഫയൽ ഹാൻഡ്ലിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈബ്രറി ഫംഗ്ഷൻ തന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്തോ.
ഓക്കെ. വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം. പൈത്തൺ ടാസ്ക് മൺഡേക്ക് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യാം. ഫുള്ള് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എവിടം വരെയാണോ ചെയ്തത് അവിടം വരെ ചെയ്യുക. ഓക്കെ, മൺഡേ മെഷീൻ ടെസ്റ്റ് കാണും. അത് ഞാൻ ഈ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇടുന്നത്. ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം, സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഇത് രണ്ടും കറക്റ്റ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ലൈവായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഇടുന്നത്. ലൈവായിട്ട് തന്നെ നിങ്ങളത് ചെയ്യുക. വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം. താങ്ക് യു.